ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ LP-UPയുടെ റിവിഷൻ ക്ലാസ് ആണ്, എക്കണോമിക്സ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും നമ്മുടെ LP-UP സിലബസിലുള്ള ടോപ്പിക്കുകളാണ് ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം. അപ്പോൾ എക്കണോമിക്സിൻ്റെ പാർട്ട് 1 ക്ലാസ് ആണ്. 2 പാർട്ടോടുകൂടി തന്നെ നമുക്ക് ഈ എക്കണോമിക്സ് ഫുള്ള് തീർക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ബാങ്കുകൾ? ആദ്യത്തെ ടോപ്പിക്കാണ് ബാങ്കുകൾ. എന്താണ് ബാങ്കുകൾ എന്നാൽ എന്ത്? SCERT ടെക്സ്റ്റ് ബുക്കിലെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ ബാങ്കുകളെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇതാണ് ആ ഡെഫിനിഷൻ. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്കനുസരിച്ച് വായ്പ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. എന്താണ് ബാങ്കുകൾ? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്കനുസരിച്ച് വായ്പ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ഓക്കെ, അപ്പോൾ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നുള്ള കാറ്റഗറിയിലാണ് ബാങ്കുകൾ വരുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നിക്ഷേപം, വായ്പ എന്നീ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ധനകാര്യ സ്ഥാപനങ്ങളെന്ന് നോക്കാം. നിക്ഷേപം, വായ്പ എന്നീ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളെ നമുക്ക് 2ആയി കാറ്റഗറൈസ് ചെയ്യാം. ബാങ്കുകളെന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും. അപ്പോൾ എന്തായിരുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ? നിക്ഷേപം, വായ്പ എന്നീ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. ഇതിനെ 2ആയി കാറ്റഗറൈസ് ചെയ്യാം. 1 ബാങ്കുകൾ, 2 ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഓക്കെ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ബാങ്കിതര ധനകാര്യ കമ്പനികൾ വരും, മ്യൂച്വൽ ഫണ്ടുകൾ വരും, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ പെടുന്നവ ഏതൊക്കെ? അപ്പോൾ 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ്. അപ്പോൾ നമുക്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പഠിച്ചു വെക്കാം. ബാങ്കിതര ധനകാര്യ കമ്പനികളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്കുകൾ എത്ര തരമുണ്ടെന്ന് നോക്കാം. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ നമുക്ക് 4ആയി തിരിക്കാം. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾ 4 തരം. 1 വാണിജ്യ ബാങ്കുകൾ, 2 വികസന ബാങ്കുകൾ, 3 സവിശേഷ ബാങ്കുകൾ, 4 സഹകരണ ബാങ്കുകൾ. പഠിച്ചു വയ്ക്കുക. വാണിജ്യ, വികസന, സവിശേഷ, സഹകരണ, 4 വാക്കുകൾ കേട്ടോ. വാണിജ്യ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ. ഓക്കെ, അത്രയും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ബാങ്കുകളുടെ പ്രധാന വരുമാനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും നമുക്കറിയാം, ബാങ്കുകൾ വ്യക്തികൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കും എന്ത് നൽകാറുണ്ട്? വായ്പകൾ നൽകാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ബാങ്കുകൾ വ്യക്തികൾക്കോ സ്വകാര്യ കമ്പനികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഒക്കെ വായ്പ നൽകുമ്പോൾ അവരതിന് ചുമത്തുന്ന പലിശ, ആ വായ്പയ്ക്ക് ചുമത്തുന്ന ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കുറച്ച് പൈസ, ഒരു 5000 രൂപ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് തിരിച്ചു തരുന്ന ആ ഒരു ഡിപ്പോസിറ്റിന് തരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ ബാങ്കുകളുടെ പ്രധാന വരുമാനം ഇത്രയേ ഉള്ളൂ. ഈ വ്യക്തികൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും ഒക്കെ ബാങ്കുകൾ നൽകുന്ന ആ ഒരു ലോണിന് അവർ ഉയർന്ന പലിശ ഈടാക്കും. അതുപോലെ തന്നെ വ്യക്തികൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പൈസയ്ക്ക് കൊടുക്കുന്ന പലിശയോ അത് ആദ്യത്തെ പലിശയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പലിശ നിരക്കിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പലിശ നിരക്കിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം.
നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് പഠിച്ചു വെക്കുക. ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. അതുപോലെ തന്നെ നിലവില് പൊതുമേഖലാ ബാങ്കുകളിൽ ഏറ്റവും പഴക്കം ചെന്ന ബാങ്കാണ് അലഹാബാദ് ബാങ്ക്. അലഹാബാദ് ബാങ്ക് 1865 സ്ഥാപിതമായത്. ഓർത്ത് വെച്ചേക്കുക. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ സിലബസിലുള്ള മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം. RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നാണ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ബാങ്കുകളുടെ ബാങ്ക് എന്ന് വിളിക്കാം അല്ലേ. അതുപോലെ തന്നെ വായ്പകളുടെ നിയന്ത്രകനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ കേന്ദ്ര ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്കാണ്, വായ്പകളുടെ നിയന്ത്രകനാണ് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഹിൽട്ടൺ യങ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെടുന്നത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകാനായിട്ട് അല്ലെങ്കിൽ രൂപീകൃതമാകുവാനായിട്ട് കാരണമായിട്ടുള്ള ആക്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏതാണ് ആക്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത് 1934 RBI ആക്ട് പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത്? 1935 ഏപ്രിൽ 1. അതായത് 34 ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 RBI രൂപം കൊണ്ടത്, അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അന്നേരം വൈസ്രോയി ആയിരുന്നത് ആരായിരുന്നു? അന്ന് വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. അപ്പോൾ RBI പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഓക്കെ, RBIയുടെ സ്ഥാപിത മൂലധനം എത്രയാ? പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. 5 കോടി രൂപയാണ് കേട്ടോ. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. RBIയുടെ സ്ഥാപിത മൂലധനം 5 കോടി രൂപയാണ്. RBI പ്രാരംഭത്തിൽ ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടായിരുന്നു തുടങ്ങിയത്. RBI എന്തായിരുന്നു? ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് RBIയുടെ ആസ്ഥാനം അല്ലേ. അപ്പോൾ RBIയുടെ പ്രഥമ ആസ്ഥാനമായിരുന്നത്, അല്ലെങ്കിൽ ആദ്യം RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്തിരുന്നത് കൊൽക്കത്തയിലായിരുന്നു. അത് 1935 RBI വന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 1935 മുതൽ 37 വരെ RBIയുടെ ആസ്ഥാനമായിരുന്നത് കൊൽക്കത്തയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം RBIയുടെ പ്രഥമ ആസ്ഥാനം കൊൽക്കത്ത. അങ്ങനെയാണെങ്കിൽ RBIയുടെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റിയത് ഏത് വർഷമായിരിക്കും? 1937. ഓക്കെ, RBIയുടെ എംബ്ലമാണ് ഈ കൊടുത്തിരിക്കുന്നത്. RBIയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? കടുവയാണ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ RBIയുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയാണ്. ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. എന്നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നത്? 1949. നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് എന്നാണ്? 1949 ജനുവരി 1. അപ്പോൾ RBI ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണ്. ആ ആക്ട് പ്രകാരമാണ് RBI ദേശസാൽക്കരിക്കപ്പെട്ടത്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്ന വർഷം ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു, 1949. അതുപോലെ തന്നെ ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്? അപ്പോൾ ഏത് ആക്ട് ആയിരിക്കും? RBI രൂപീകൃതമാകാൻ കാരണമായ ആക്ട് ഏത് ആക്ടാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട്
1949. അങ്ങനെയാണെങ്കിൽ RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തിയത് എന്നാണ്? നാഷണലൈസ്ഡ് ചെയ്തപ്പോഴാണല്ലോ. അപ്പോൾ RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തിയത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നത് 1949. ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് RBIയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ SCERT പാഠപുസ്തകത്തിൽ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം. RBIയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ 4 ധർമ്മങ്ങളാണ് പ്രധാനമായിട്ടും പറയുക. 1 നോട്ട് അച്ചടിക്കൽ, 2 വായ്പകൾ നിയന്ത്രിക്കൽ, 3 സർക്കാരിൻ്റെ ബാങ്ക്, 4 ബാങ്കുകളുടെ ബാങ്ക്. അപ്പോൾ ഏതൊക്കെയാണ്? നോട്ട് അച്ചടിക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഓക്കെ, നോക്കാം. നോട്ട് അച്ചടിക്കുന്നത് നമുക്കറിയാം. 1 രൂപ നോട്ടും കോയിൻസുകളും ഒഴികെ ബാക്കി എല്ലാ നോട്ടും അച്ചടിക്കുന്നത് ആരാണ്? നമ്മുടെ RBI ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 രൂപ നോട്ടും കോയിൻസും അച്ചടിക്കുന്നത് ആരാ? കേന്ദ്ര ധനകാര്യ വകുപ്പാണ് അല്ലേ. നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പാണ് 1 രൂപ നോട്ടും അതുപോലെ തന്നെ കോയിൻസും ഒക്കെ അച്ചടിക്കുന്നത്. ബാക്കി 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ഇതിൻ്റെ രണ്ടാമത്തെ ധർമ്മത്തിലേക്ക് നമുക്ക് പോകാം. വായ്പ നിയന്ത്രിക്കൽ. എങ്ങനെയാണ് വായ്പ നിയന്ത്രിക്കുന്നത്? RBI വായ്പ നിയന്ത്രിക്കുന്നത് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് RBI വായ്പ നിയന്ത്രിക്കുന്നത്. അതായത് പലിശ നിരക്ക് കൂട്ടുമ്പോൾ എന്താണ്? വായ്പയുടെ അളവ് എങ്ങനെയായിരിക്കും? കുറയും അല്ലേ. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് കുറയ്ക്കുമ്പോഴോ വായ്പയുടെ അളവ് കൂടുന്നു. ഇത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം RBI പലിശ നിരക്ക് കൂട്ടുമ്പോൾ വായ്പയുടെ അളവ് കുറയും. RBI പലിശ നിരക്ക് കുറക്കുമ്പോൾ വായ്പയുടെ അളവ് കൂടും. ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ ധർമ്മമായിരുന്നു സർക്കാരിൻ്റെ ബാങ്ക്. RBI നമ്മുടെ സർക്കാരിൻ്റെ ബാങ്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ RBI സർക്കാരിന് നൽകുന്ന ഈ സേവനത്തിന് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. RBI സർക്കാരിന് നൽകുന്ന ഈ സേവനത്തിന് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം RBI എന്നാണ് കേട്ടോ. ഒരു 5-8ഓളം ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം RBI എന്നാണ്. നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? RBI ആണ് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി കാത്തു സൂക്ഷിക്കുന്നത് RBI ആണ്. അതുപോലെ തന്നെ വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? RBI ആണ് അല്ലെ. അപ്പോൾ 3 പഠിച്ചു. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു, ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി കാത്തു സൂക്ഷിക്കുന്നു, വിദേശ നാണ്യത്തിന്റെ സൂക്ഷിപ്പുകാരനായി വർത്തിക്കുന്നു. അതുകൂടാതെ ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുവാനുള്ള അവകാശം കൈയാളുന്നത് അല്ലെങ്കിൽ അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? RBIയിലാണ്. അതുപോലെ തന്നെ പണം സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത് ആരാണ്? RBI ആണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞല്ലോ നിങ്ങൾ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിച്ച് 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ് അല്ലെ. 1 രൂപ നോട്ടിൽ അപ്പോൾ ഒപ്പിടുന്നത് ആരാണ്? ധനകാര്യ സെക്രട്ടറി ആണ് അല്ലെ, ഫിനാൻസ് സെക്രട്ടറി ആണ്. അപ്പോൾ ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിച്ച് 1 രൂപ ഒഴികെയുള്ള അച്ചടിച്ച് അതിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാ? ധനകാര്യ സെക്രട്ടറി ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ ഏതൊക്കെ ഭാഷകളിലാണ് ഒപ്പ് ഇടുന്നത്? ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് കേട്ടോ. അപ്പം ഇംഗ്ലീഷിലും കാണാം, ഹിന്ദിയിലും കാണാം. ഓക്കെ, അടുത്ത ചോദ്യമാണ്. RBIയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട പരിശീലന സ്ഥാപനങ്ങൾ ഏതൊക്കെ? 4 പരിശീലന സ്ഥാപനങ്ങളാണ് ആകെ മൊത്തമുള്ളത്. RBI അക്കാദമി. RBI അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. എവിടെയാണ്? മുംബൈയിലാണ്. അതുപോലെ തന്നെ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. RBI സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഓർത്തു വയ്ക്കാം. RBI അക്കാദമി മുംബൈ, കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് പൂനെ, RBI സ്റ്റാഫ് കോളേജ് ചെന്നൈ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
ബാങ്ക് മാനേജ്മെൻറ്റ് പൂനെയിൽ 2 ആസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് RBI റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മളിന്ന് പരിശോധിച്ചത്. നമ്മുടെ LP-UPയുടെ എക്കണോമിക്സിൻ്റെ റിവിഷൻ ആയിരുന്നു. അപ്പോൾ പാർട്ട് 1 ക്ലാസ് ആയിരുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലിൽ ആ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് നിങ്ങൾ നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ്. കൂടുതൽ എക്കണോമിക്സിൻ്റെ അടുത്ത പാർട്ട് ക്ലാസ് കൂടി കൊണ്ട് നമുക്ക് ഈ സാമ്പത്തിക ശാസ്ത്രം ഫുള്ള് തീർക്കാം. അപ്പോൾ എക്കണോമിക്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം.